കളകളമൊഴുകി വരും കുളിരലയിൻ നാദം, അലകടലിൻ ആഴങ്ങളിൽ നിന്നുയരും നാദം, കൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ. കളകളമൊഴുകി വരും കുളിരലയിൻ നാദം, അലകടലിൻ ആഴങ്ങളിൽ നിന്നുയരും നാദം, പൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ. മലർമാതിൻ കാന്തൻ വസുദേവാത്മജൻ പുലർക്കാലേ പാടി കുഴലൂതി, കിലുചിലേനെന്നു കിലുങ്ങും കാഞ്ചന ചിലമ്പിട്ടോടിവാ കണി കാണാൻ. കണിക്കൊന്ന പൂക്കളും വിഷുക്കണിയും വിഷു കൈനീട്ടവും വിരുന്നൊരുക്കുന്ന മേടപ്പുലരി അടുത്തു വരികയാണ്. റേഡിയോ പ്രിയോറിൻ്റെ എല്ലാ ശ്രോതാക്കൾക്കും 6Cയിലെ കൊച്ചു കൂട്ടുകാരുടെയും ഷിഫ ടീച്ചറിൻ്റെയും സ്നേഹം നിറഞ്ഞ വിഷു ആശംസകൾ. വി ദീക്ഷ ശങ്കർ ആൻഡ് സാംസൺ ജോസ് സൈനിങ് ഇൻ. ശിശുക്കളായുള്ള സഖിമാരും താനും പശുക്കളെ മേച്ചു നടക്കുമ്പോൾ, വിശക്കുമ്പോൾ വെണ്ണ കവർന്നുണ്ണും കൃഷ്ണൻ അടുത്തുവാ ഉണ്ണി കണി കാണാൻ. പൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ. നമുക്കായി വിഷു സന്ദേശം നൽകാനെത്തുന്നു ശ്രീ ക്ലെമന്റ് KB, ഹെഡ് മാസ്റ്റർ സെന്റ് മേരീസ് LPS കൃഷ്ണൻകോട്ട. നല്ല ജീവിതം കൊതിക്കുന്ന നല്ല കുട്ടികളായ നിങ്ങളുടെ ഹൃദയങ്ങളിൽ സുവർണശോഭയുള്ള കണിക്കൊന്നകൾ വിരിയട്ടെ. സന്തോഷവും ദീർഘായുസ്സും നിറഞ്ഞ ഐശ്വര്യപൂർണമായ നല്ല ദിനങ്ങളുടെ തുടക്കമാകട്ടെ ഈ വിഷുക്കാലം. താങ്ക് യു സാർ. പ്രിയ കൂട്ടുകാരെ, നമുക്ക് വിഷുവിൻ്റെ പ്രധാന ആചാരങ്ങളെക്കുറിച്ചൊന്ന് കേട്ടാലോ? എന്താണ് വിഷു? നമുക്ക് ജുവൽ മരിയയുടെ വാക്കുകൾക്കായി കാതോർക്കാം. കേരളത്തിലെ പ്രധാന ഉത്സവങ്ങളിൽ ഒന്നാണ് വിഷു. മലയാളികളുടെ പുതുവത്സരത്തിന്റെ തുടക്കമായാണ് വിഷു ആഘോഷിക്കുന്നത്. സൂര്യൻ മേടം രാശിയിലേക്ക് പ്രവേശിക്കുന്ന ദിവസമായതിനാൽ ഈ ദിവസം വളരെ ശുഭകരമായി കരുതപ്പെടുന്നു. വിഷു എന്ന പദം സമത്വം എന്നർത്ഥം വരുന്ന സംസ്കൃത പദമായി വിഷുവം എന്നതിൽ നിന്നാണ് ഉണ്ടായത്. ബാലസ്ത്രീകളുടെ തുകിലും വാരി കൊണ്ടരയാലിൻ കൊമ്പത്തിരുന്നോരോ ശീലക്കേടുകൾ പറഞ്ഞും ഭാവിച്ചും നീലക്കാർ വർണ്ണ കണി കാണാൻ. You're listening to Radio Prior, presented by Little Kites, St. Philomena's HSS Kunamav. വിഷുവെന്ന് കേൾക്കുമ്പോൾ ഒന്നാമതായി ഏവരുടെയും മനസ്സിൽ ഓടിയെത്തുന്നത് വിഷുക്കണിയാണ്. എന്തെല്ലാമാണ് വിഷുക്കണിക്ക് വേണ്ടി നാം ഒരുക്കി വയ്ക്കുന്നത്? വിഷുക്കണിയെക്കുറിച്ച് നമ്മോട് പങ്കുവയ്ക്കാനെത്തുന്നു സജ്വൽ MS. വിഷുവിൻ്റെ പ്രധാന ആചാരമാണ് വിഷുക്കണി. പുലർച്ചെ കണ്ണു തുറന്ന് ഉടൻ കണി കാണുന്നത് വർഷം മുഴുവൻ ഐശ്വര്യവും ഭാഗ്യവും നൽകുമെന്ന വിശ്വാസമുണ്ട്. കണിയിൽ കണിക്കൊന്നപ്പൂ, അരി, പഴങ്ങൾ, നാണയം, കണ്ണാടി കൂടാതെ കൃഷ്ണന്റെ വിഗ്രഹവും എന്നിവ ഉൾപ്പെടുന്നു. വിഷുവിൻ്റെ മറ്റൊരു പ്രധാന ആചാരമാണ് വിഷു കൈനീട്ടം. വിഷു കൈനീട്ടത്തെക്കുറിച്ച് നമ്മോട് സംസാരിക്കാനെത്തുന്നത് അദ്വൈത് TS. വിഷുവിനോടനുബന്ധിച്ച് വിഷു കൈനീട്ടം എന്ന ആചാരവുമുണ്ട്. മുതിർന്നവർ ചെറുപ്പക്കാർക്ക് പണം നൽകി അനുഗ്രഹിക്കുന്നതാണ് ഇത്. കൂടാതെ പടക്കങ്ങൾ പൊട്ടിച്ചും ഈ ഉത്സവം ആഘോഷിക്കുന്നു. പൂനമ്മാവിൻ നാദം,
കുഞ്ഞുങ്ങൾ തന്നാദം റേഡിയോ പ്രിയോർ റേഡിയോ പ്രിയോർ റേഡിയോ പ്രിയോർ. കണി കാണും നേരം കമല നേത്രൻ്റെ നിറമേറും മഞ്ഞ തുകിൽ ചാർത്തി കനക കിങ്ങിണി വളകൾ മോതിരം അണിഞ്ഞു കാണേണം ഭഗവാനേ. വിഷുദിനത്തിൽ പ്രധാനമായി തയ്യാറാക്കുന്ന ഒരു പാരമ്പര്യ വിഭവമാണ് വിഷുക്കട്ട. വിഷുക്കട്ട തയ്യാറാക്കുന്ന വിധം നമുക്ക് പറഞ്ഞു തരാനെത്തുന്നു ദീക്ഷാ ശങ്കർ. വിഷുക്കട്ട ഉണ്ടാക്കുന്ന വിധം. ആവശ്യമായ ചേരുവകൾ: അരി 1 കപ്പ്, തേങ്ങ ചിരണ്ടിയത് 1 കപ്പ്, ജീരകം 1/2 ടീസ്പൂൺ, വെള്ളം 4 കപ്പ്, ഉപ്പ് ആവശ്യത്തിന്. തയ്യാറാക്കുന്ന വിധം: അരി നന്നായി കഴുകി വൃത്തിയാക്കി വേവിച്ചെടുക്കുക. തേങ്ങ ചിരണ്ടിയത് ജീരകവും അല്പം വെള്ളവും ചേർത്ത് നന്നായി അരച്ചെടുക്കുക. വേവിച്ചു വെച്ചിരിക്കുന്ന അരിയിൽ അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങ ചേർക്കുക. ഉപ്പ് ചേർക്കുക. കട്ടിയാകുന്നത് വരെ കുറച്ച് സമയം കൂടി വേവിച്ചെടുക്കുക. വിഷുക്കട്ട റെഡി. പ്രിയ കൂട്ടുകാരെ, നമ്മൾ അവധിക്കാലം എങ്ങനെയാണ് ആഘോഷിക്കുന്നത്? നമ്മുടെ അമ്മയും അച്ഛനുമെല്ലാം അവരുടെ കുട്ടിക്കാലത്തെ പറ്റി നമ്മോട് പങ്കുവയ്ക്കാറില്ലേ? കൂട്ടുകാർക്കൊപ്പം കളിച്ചും മാമ്പഴം കഴിച്ചും കഥകളും പാട്ടുകളും കേട്ടും നല്ല പുസ്തകങ്ങൾ വായിച്ചും അവധിക്കാലം ചിലവഴിച്ച നല്ല ഓർമ്മകൾ അവർ നമുക്ക് പറഞ്ഞു തന്നിട്ടില്ലേ? പക്ഷേ ഇന്ന് നമ്മുടെ അവധിക്കാലം എങ്ങനെയാണ്? പ്രിയ കൂട്ടുകാരെ, ഒന്ന് ആലോചിച്ച് നോക്കിയേ. ടിവിയും മൊബൈൽ ഫോണും ദീർഘനേരം നോക്കിയിരുന്ന് സമയം പാഴാക്കുന്നതിനു പകരം ചെടികൾ നട്ടുപിടിപ്പിച്ചും അമ്മയെ സഹായിച്ചും കൂട്ടുകാർക്കൊപ്പം നല്ല വിനോദങ്ങളിൽ ഏർപ്പെട്ടും നല്ല പുസ്തകങ്ങൾ വായിച്ചും നമുക്ക് അവധിക്കാലം ആഘോഷിച്ചുകൂടെ? ഇന്നത്തെ കുട്ടികൾക്ക് നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന ബാല്യകാല സന്തോഷങ്ങൾ ഒരു പാട്ടിലൂടെ കേട്ടാലോ? നമുക്കായി പാട്ടുപാടിത്തരാനെത്തുന്നു നമ്മുടെ സ്വന്തം ഷിഫ ടീച്ചർ. ലാ 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 ലാ. വിതുമ്പും കുഞ്ഞു മനസ്സിൽ ഇനിയും ഒന്നു വരുമോ? നിറങ്ങൾ പീലി വിടർത്തും പൂക്കാലം, സ്വരങ്ങൾ തമ്പുരുമിട്ടും ശ്രീരാഗം. വിതുമ്പും കുഞ്ഞു മനസ്സിൽ ഇനിയും ഒന്നു വരുമോ? നിറങ്ങൾ പീലി വിടർത്തും പൂക്കാലം, സ്വരങ്ങൾ തമ്പുരുമിട്ടും ശ്രീരാഗം. ആകാശം കാണാനിഷ്ടം, നക്ഷത്രം ചൂടാനിഷ്ടം, കിളികളെ മാടി വിളിക്കാൻ ഒത്തിരി നൂറിഷ്ടം. കിളി പോൽ പാറാനിഷ്ടം, കളിച്ചിരി കൂടാനിഷ്ടം, കഥകൾ കേട്ടു വളരാൻ എന്തെന്തെന്തിഷ്ടം, എന്തെന്തെന്തിഷ്ടം. തന്തനത്താനാ തന്തനത്താനാ തന്തന 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 തന്തനത്താനാ താനാ താനാ. മുത്തശ്ശി കഥകൾ പോയി കഥകൾ പോയി പോയി, മൂവാണ്ടൻ മാവും പോയി മാവും പോയി പോയി. മുത്തശ്ശി കഥകൾ പോയി മൂവാണ്ടൻ മാവും പോയി, മുറ്റങ്ങൾ ഇല്ലാതായി സ്നേഹം കാണാതായി. ബാല്യം ഞങ്ങൾക്കിന്നു നോവുമുള്ളായി, വേനൽ പൂവായി. വിതുമ്പും കുഞ്ഞു മനസ്സിൽ ഇനിയും ഒന്നു വരുമോ? നിറങ്ങൾ പീലി വിടർത്തും പൂക്കാലം, സ്വരങ്ങൾ തമ്പുരുമിട്ടും ശ്രീരാഗം.
മുത്താരം കുന്നും പോയി, മുക്കൂറ്റി കാടും പോയി, മഴമുകിലില്ലാതായി, മാനം പെയ്യാതായി, സ്നേഹം പെയ്യും ഗ്രാമം എങ്ങോ മാഞ്ഞു പോയി, എങ്ങോ യാത്ര പോയി. വിതുമ്പും കുഞ്ഞു മനസ്സിൽ ഇനിയും ഒന്നു വരുമോ, നിറങ്ങൾ പീലി വിടർത്തും പൂക്കാലം, സ്വരങ്ങൾ തമ്പുരുമിട്ടും ശ്രീരാഗം. ആകാശം കാണാനിഷ്ടം, നക്ഷത്രം ചൂടാനിഷ്ടം, കിളികളെ മാടി വിളിക്കാൻ ഒത്തിരി നൂറിഷ്ടം, കിളി പോൽ പാറാനിഷ്ടം, കളിച്ചിരി കൂടാനിഷ്ടം, കഥകൾ കേട്ടു വളരാൻ എന്തെന്തെന്തിഷ്ടം, എന്തെന്തെന്തിഷ്ടം. വിതുമ്പും കുഞ്ഞു മനസ്സിൽ ഇനിയും ഒന്നു വരുമോ, നിറങ്ങൾ പീലി വിടർത്തും പൂക്കാലം, സ്വരങ്ങൾ തമ്പുരുമിട്ടും ശ്രീരാഗം. You're listening to Radio Prior, presented by Little Kites, St. Philomena's HSS Kunamav. ഏപ്രിൽ 14 അംബേദ്കർ ജയന്തിയായി ആചരിക്കുന്നു. ഭരണഘടനയുടെ മുഖ്യശില്പിയും സാമൂഹ്യ പരിഷ്കർത്താവുമായ ഡോക്ടർ BR അംബേദ്കറെക്കുറിച്ച് ഒരു വിവരണവുമായി എത്തുന്നു ഇവാഞ്ചലിൻ മരിയ. ഡോക്ടർ BR അംബേദ്കർ ഇന്ത്യൻ ഭരണഘടനയുടെ മുഖ്യ ശില്പിയും സാമൂഹ്യ പരിഷ്കർത്താവുമായ ഡോക്ടർ രാംജി അംബേദ്കർ 1891 ഏപ്രിൽ 14 മധ്യപ്രദേശിൽ മഹിയിൽ ജനിച്ചു. കൊളംബിയ സർവകലാശാല, ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സ് എന്നിവിടങ്ങളിൽ നിന്നുള്ള സാമ്പത്തിക ശാസ്ത്രത്തിലും നിയമത്തിലും ഉന്നത ബിരുദങ്ങൾ നേടി. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി അധ്യക്ഷനായിരുന്നു. തൊട്ടുകൂടായ്മയ്ക്കും ജാതി വ്യവസ്ഥയ്ക്കും എതിരെ മഹാ സത്യാഗ്രഹം പോലുള്ള സത്യാഗ്രഹങ്ങൾക്ക് നേതൃത്വം നൽകി. 1956 അനുയായികൾക്കൊപ്പം ബുദ്ധമതം സ്വീകരിച്ചു. 1956 ഡിസംബർ 6 അന്തരിച്ചു. ഈ ദിവസം മഹാനിർമ്മാൺ ദിവസം എന്നറിയപ്പെടുന്നു. പരമോന്നത പൗര ബഹുമതിയായ ഭാരതരത്നം നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിച്ചു. വിഷുവിൻ്റെ വരവറിയിച്ചുകൊണ്ട് കണിക്കൊന്ന എങ്ങും പൂത്തു നിൽക്കുന്നു. കണിക്കൊന്ന പൂവ് എന്നൊരു കവിത കേട്ടാലോ? കവിത നമുക്കായി ആലപിക്കുന്നു ജുവൽ മരിയ. ഞാനിന്ന് പാടാൻ പോകുന്നത് കണിക്കൊന്നകൾ എന്ന കവിതയാണ്. കണിക്കൊന്നകൾ പൂത്തു പൂവണിഞ്ഞു സ്വർണ്ണ തോരകങ്ങൾ പോലും ആടിയുന്നു, വിഷക്കാലമായെന്നു വിളിച്ചറിയിച്ചു, കൊണ്ടിടത്തിൽ പാട്ടു വിഷുപക്ഷികൾ, കണിവെള്ളരികളം കായ്ച്ചു നിൽപ്പു വിഷു കാണിക്കുവാനായി ഒരുങ്ങിയിരുന്നു. മേടരഹി സംഗ്രഹത്തിൽ രാത്രിയിൽ വിഷുക്കണി വീട്ടിൽ വച്ചൊരു കിരീടം, കണ്ണൻ്റെ വിഗ്രഹം വച്ചിടണം മുൻപിൽ, 5 തിരിയിട്ടു വിളക്കു വേണം, ഉരുളിൽ അക്ഷതം കണിക്കുന്ന വെള്ളരി, നാണയം നാളികേരം കോടിമുണ്ടും, അരിത്തണം കണ്ണാടി കൺമഷിയും, തുമ്പുകൾ കായ്ക്കും കണ്ണീകൾ കായ്ഫലങ്ങൾ വേണം, കണിക്കൊന്നകൾ പൂത്തു പൂവണിഞ്ഞു. പൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം, റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ.
കൂട്ടുകാരെ, ഇന്ന് പുതുഞായർ, അതായത് ഈസ്റ്റർ കഴിഞ്ഞുള്ള ആദ്യ ഞായറാഴ്ച. നമുക്കിന്നൊരു താറാവ് കറി ഉണ്ടാക്കിയാലോ? റെസിപ്പി പറഞ്ഞു തരാനായിട്ടെത്തുന്നു സാംസൺ ജോസ്. നല്ല തകർപ്പൻ താറാവ് റോസ്റ്റ്. ഇത് അപ്പം, ചപ്പാത്തി, ചോറ് എന്നിവയുടെ കൂടെ കഴിക്കാൻ സൂപ്പറാണ്. താറാവ് ഇറച്ചി കഴുകി വൃത്തിയാക്കി ഒരു കുക്കറിലേക്ക് മാറ്റുക. ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, കുരുമുളക് ചതച്ചത് എന്നിവ ചേർക്കുക. ചെറിയ ഉള്ളി, പച്ചമുളക്, കറിവേപ്പില, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർക്കുക. എല്ലാം നന്നായി ഇളക്കി യോജിപ്പിച്ചതിനു ശേഷം കുക്കറിൽ 3 വിസിൽ അടുപ്പിച്ചു വേവിക്കുക. വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. താറാവ് ഇറച്ചി വെന്തതിനു ശേഷം ഇറച്ചിയുടെ ചാറ് വറ്റിച്ചെടുക്കുക. ഒരു ഫ്രൈയിങ് പാൻ ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കുക. തേങ്ങാക്കൊത്ത് ചേർത്ത് ഇളം ബ്രൗൺ ആകുന്നത് വരെ വഴറ്റുക. ഇതിലേക്ക് നീളത്തിലരിഞ്ഞ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് വഴറ്റുക. സവാളയും കറിവേപ്പിലയും ഉപ്പും ചേർത്ത് വഴറ്റുക. ഇതിലേക്ക് വേവിച്ച താറാവ് ഇറച്ചി ചേർത്ത് 10 മിനിറ്റ് മീഡിയം തീയിൽ വഴറ്റി എടുക്കുക. കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ചേർത്ത് നന്നായി യോജിപ്പിക്കുക. മനോഹരമായ ഒരു ഡിവോഷണൽ സോങ്ങുമായി എത്തുന്നു നമ്മുടെ ക്ലാസ്സിലെ ദീക്ഷയുടെ അമ്മ ശ്രീമതി അഞ്ജു ശങ്കർ. അലിവൊഴുകും തിരുരൂപം അകതാരിൽ തെളിയുകയായി, മിഴി നിറയും അനുതാപം അറിയാതിന്നും വഴിയുകയായി. ആരഭയം നീരുളകലേ തെളിദീപം നീയൊഴികെ, ആകുലമാമൊരു ഹൃദയവുമായി തിരയും ഞാൻ നിൻ വഴിയെ. പരിപാവനനാഥനദോദിയ പോലെ ഒരു മനമോടെ ബലിക, കാൽവരിയോർമ്മയിലെളിയവനിന്നും മഹിമകളോടെ വാഴ്ത്തിടാം. അലിവൊഴുകും തിരുരൂപം അകതാരിൽ തെളിയുകയായി, മിഴി നിറയും അനുതാപം അറിയാതിന്നും വഴിയുകയായി. യാഗമാവാനനുദിനവും കുരിശോളം സ്വയമേകി നീ, ആണിയാഴും വേദനയിൽ മുറിവോളം ക്ഷമയായി നീ. സ്നേഹമേ നീ അരുളീണം കൂടെ വാഴാൻ അനുവാദം, നീതിമാനേ തിരുമുൻപിൽ താണു വീഴാനൊരു നിമിഷം. അലിവൊഴുകും തിരുരൂപം അകതാരിൽ തെളിയുകയായി, മിഴി നിറയും അനുതാപം അറിയാതിന്നും വഴിയുകയായി. പരിപാവനനാഥനദോദിയ പോലെ ഒരു മനമോടെ ബലിയേക, കാൽവരിയോർമ്മയിലെളിയവനിന്നും മഹിമകളോടെ വാഴ്ത്തിടാം. You're listening to Radio Prior, presented by Little Kites, St. Philomena's HSS Kunamav. പ്രിയ കൂട്ടുകാരെ, നിങ്ങൾ ഈസ്റ്റർ എഗ്സ് എന്ന് കേട്ടിട്ടില്ലേ? എന്താണ് ഈസ്റ്റർ എഗ്സ്? ഒരു വിവരണവുമായി എത്തുന്നു ആഗനസ്. ഈസ്റ്റർ മുട്ടയുടെ ചരിത്രം. പുരാതന മെസപ്പൊട്ടേമിയയിലെ ആദിമ ക്രിസ്ത്യൻ സമൂഹമാണ് ആദ്യമായി ഈസ്റ്റർ മുട്ടകൾ നിർമ്മിച്ചത്. മെസപ്പൊട്ടേമിയക്കാർ ആദ്യമായി നിർമ്മിച്ചത് ചുവന്ന നിറത്തിലുള്ള ഈസ്റ്റർ മുട്ടകളാണ്. ചുവന്ന നിറം ഈശോയുടെ പീഡാനുഭവത്തെയും കുരിശുമരണത്തെയും പ്രതിനിധാനം ചെയ്യുന്നു. 1610 ആഗോള ക്രിസ്ത്യൻ സമൂഹം ഈസ്റ്റർ മുട്ടകൾ ഒരു ഈസ്റ്റർ ആചാരമായി കണക്കാക്കി തുടങ്ങി.
കാലത്തിൻ്റെ കടന്നുപോക്കിൽ വിവിധ നിറങ്ങളിലും ഡിസൈനുകളിലും ഉള്ള ഈസ്റ്റർ മുട്ടകൾ കടന്നു വന്നു. എല്ലാ വർഷവും US പ്രസിഡന്റിൻ്റെ ഭവനമായ വൈറ്റ് ഹൗസിൻ്റെ പുൽത്തകിടിയിൽ വെച്ച് ഈസ്റ്റർ എഗ് റോൾ ഒരു ആചാരമായി നടന്നു വരുന്നു. ഇന്ന് 90 ദശലക്ഷം ചോക്ലേറ്റ് മുട്ടകൾ ഈസ്റ്ററിന് വിറ്റഴിയുന്നു. പ്രിയ കൂട്ടുകാരെ, നിങ്ങൾ ഈസ്റ്റർ എഗ്സ് ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് പരിചയപ്പെട്ടില്ലേ? ഒരു ഈസ്റ്റർ സ്പെഷ്യൽ സ്വീറ്റ് എഗ് ഉണ്ടാക്കുന്ന വിധം നമുക്ക് പറഞ്ഞു തരാനെത്തുന്നു ജൊഹാൻ ജൂഡി. ഹലോ ഫ്രണ്ട്സ്, ഞാൻ ജൊഹാൻ ജൂഡി നിങ്ങൾക്ക് വേണ്ടി ഈസ്റ്റർ സ്പെഷ്യലായി സ്വീറ്റ് എഗ് റെസിപ്പി പരിചയപ്പെടാം. വളരെ കുറച്ച് ചേരുവകളാണ് ഇതിന് ആവശ്യമുള്ളത്. ചേരുവകൾ: ബിസ്ക്കറ്റ് പൊടിച്ചത്, മിൽക്ക്, വൈറ്റ് ചോക്ലേറ്റ്, കൊക്കോ പൗഡർ. ഉണ്ടാക്കേണ്ട വിധം: മധുരമുള്ള ബിസ്ക്കറ്റ് നന്നായി പൊടിച്ചെടുക്കുക. ഞാൻ ഹൈഡ് ആൻഡ് സീക്ക് ബിസ്ക്കറ്റാണ് ഉപയോഗിക്കാറ്. നന്നായി പൊടിച്ചെടുക്കുന്ന ബിസ്ക്കറ്റിലേക്ക് അല്പമായി പാൽ ഉപയോഗിച്ച് കുഴച്ചെടുക്കുക. മുട്ടയുടെ ഷേപ്പിൽ ആക്കിയെടുക്കുക. എന്നിട്ട് ഒരു ഈർക്കിലിൽ കുത്തി വെക്കുക. വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തതിലേക്ക് ഈർക്കലിൽ പിടിച്ച് മുട്ടയുടെ ഷേപ്പിൽ ആക്കിയ ഭാഗം നന്നായി മുക്കിയെടുത്ത് മാറ്റി വെക്കുക. അനക്കരുത്, അതിൽ തൊടാൻ നോക്കരുത്. അതിനുശേഷം ചോക്ലേറ്റ് പൊടിയിൽ വെള്ളം ഒഴിച്ച് മെൽറ്റ് ആക്കുക. ഒരു ബ്രഷ് അതിൽ മുക്കി ആ ചോക്ലേറ്റ് പൊടി മുട്ടയിൽ സ്പ്രെഡ് ചെയ്യുക. ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കഴിക്കാം. സ്വീറ്റ് ഈസി ഈസ്റ്റർ എഗ് റെഡി. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. താങ്ക് യു. പൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ. പ്രശസ്ത എഴുത്തുകാരി മാധവിക്കുട്ടിയുടെ നെയ്പായസം എന്ന കഥയുടെ ശബ്ദരേഖ കേൾക്കാം. കഥ നമുക്കായി വായിച്ചു തരുന്നത് സജ്വൽ MS. നെയ്പായസം. മാധവിക്കുട്ടി താൻ താക്കോലെടുത്ത് ഉമ്മറത്തെ വാതിൽ തുറന്നു. അപ്പോഴാണ് അവളുടെ കിടപ്പ് കണ്ടത്. വായ അല്പം തുറന്ന് നിലത്ത് ചെരിഞ്ഞു കിടക്കുന്നു. തല തിരിഞ്ഞ് വീണതായിരിക്കുമെന്ന് വിചാരിച്ചു. പക്ഷേ ഹോസ്പിറ്റലിൽ വെച്ച് ഡോക്ടർ പറഞ്ഞു, ഹൃദയസ്തംഭനമാണ്. മരിച്ചിട്ട് 1.5 മണിക്കൂറായി. പല വികാരങ്ങൾ അവളോട് അകാരണമായി. ഒരു ദേഷ്യം. അവൾ ഇങ്ങനെ താക്കീതുകളൊന്നും കൂടാതെ എല്ലാ ചുമതലകളും തൻ്റെ തലയിൽ വെച്ചുകൊണ്ട് പോയല്ലോ. ഇനി ആരാണ് കുട്ടികളെ കുളിപ്പിക്കുക? ആരാണ് അവർക്ക് പലഹാരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക? ആരാണ് ദീനം പിടിക്കുമ്പോൾ അവരെ ശുശ്രൂഷിക്കുക? എൻ്റെ ഭാര്യ മരിച്ചു. അയാൾ തന്നെത്താൻ മന്ത്രിച്ചു. എൻ്റെ ഭാര്യ ഇന്ന് പെട്ടെന്ന് ഹൃദയസ്തംഭനം മൂലം മരിച്ചതുകൊണ്ട് എനിക്ക് 2 ദിവസത്തെ ലീവ് വേണം. എത്ര നല്ലൊരു ലീവ് അഭ്യർത്ഥനയായിരിക്കും അത്. ഭാര്യ സുഖക്കേടാണെന്നല്ല, ഭാര്യ മരിച്ചുവെന്നും. മേലുദ്യോഗസ്ഥൻ ഒരുപക്ഷെ തന്നെ മുറിയിലേക്ക് വിളിച്ചേക്കാം. ഞാൻ വളരെ വ്യസനിക്കുന്നു. അയാൾ പറയും. അയാളുടെ വ്യസനം. അയാൾ അവളെ അറിയില്ല. അവളുടെ അറ്റം ചുരുണ്ട തലമുടിയും ക്ഷീണിച്ച പുഞ്ചിരിയും മെല്ലെ മെല്ലെയുള്ള നടത്തവും ഒന്നും അയാൾക്കറിയില്ല. അതെല്ലാം തൻ്റെ നഷ്ടങ്ങളാണ്. വാതിൽ തുറന്നപ്പോൾ ചെറിയ മകൻ കിടപ്പറയിൽ നിന്ന് ഓടി വന്നു പറഞ്ഞു, അമ്മ വന്നിട്ടില്ല. അവൻ ഇത്ര വേഗം ഇതെല്ലാം മറന്നുവെന്നോ? ടാക്സിയിലേക്ക് കയറ്റിവെച്ച ആ ശരീരം തനിച്ച് മടങ്ങി വരുമെന്ന് അവൻ വിചാരിച്ചുവോ? അയാൾ അവൻ്റെ കൈ പിടിച്ചുകൊണ്ട് അടുക്കളയിലേക്ക് നടന്നു. ഉണ്ണി, അയാൾ വിളിച്ചു. എന്താ അച്ഛാ? ഉണ്ണി കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് വന്നു. ബാലൻ ഉറങ്ങി. നിങ്ങളൊക്കെ വല്ലതും കഴിച്ചോ? ഇല്ല. അയാൾ അടുക്കള തിണ്ണമേൽ അടച്ചു വെച്ചിരുന്ന പാത്രങ്ങളുടെ തട്ടുകൾ നീക്കി പരിശോധിച്ചു. അവൾ തയ്യാറാക്കി വെച്ചിരുന്ന ഭക്ഷണം: ചപ്പാത്തി, ചോറ്, ഉരുളക്കിഴങ്ങ് കൂട്ടാൻ, ഉപ്പേരി, തൈര്, ഒരു സ്ഫടികപാത്രത്തിൽ കുട്ടികൾക്കു വേണ്ടി ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുള്ള നെയ്പായസവും. മരണത്തിൻ്റെ സ്പർശം തട്ടിയ ഭക്ഷണസാധനങ്ങൾ വേണ്ട, അതൊന്നും ഭക്ഷിച്ചുകൂടാ. ഞാൻ കുറച്ച് ഉപ്പുമാവ് ഉണ്ടാക്കി തരാം. ഇതൊക്കെ തണുത്തിരിക്കുന്നു. അയാൾ പറഞ്ഞു. അച്ഛാ,
ഉണ്ണി വിളിച്ചു. അമ്മ എപ്പോഴാ വരാ? അമ്മയ്ക്ക് മാറിയില്ലേ? സത്യത്തിന് ഒരു ദിവസം കാക്കാനുള്ള ക്ഷമയുണ്ടാവട്ടെ അയാൾ വിചാരിച്ചു. ഇപ്പോൾ ഈ രാത്രിയിൽ കുട്ടിയെ വ്യസനിപ്പിച്ചിട്ട് എന്തു കിട്ടാനുള്ളത്? അമ്മ വരും, അയാൾ പറഞ്ഞു. അയാൾ കിണ്ണകൾ കഴുകി വെച്ച് നിലത്തു വെച്ചു. 2 കിണ്ണകൾ. ബാലനെ വിളിക്കണ്ട, ഉറങ്ങിക്കോട്ടെ, അയാൾ പറഞ്ഞു. അച്ഛാ, നെയ്പായസം, രാജൻ പറഞ്ഞു. ആ പാത്രത്തിൽ തൻ്റെ ചൂണ്ടാണി വിരൽ താഴ്ത്തി അയാൾ തൻ്റെ ഭാര്യ ഇരിക്കാറുള്ള പലകമേലിരുന്നു. ഉണ്ണി വിളമ്പി കൊടുക്കോ? അച്ഛനു വയ്യ, തലവേദനിക്കുന്നു. അവർ കഴിക്കട്ടെ. ഇനി ഒരിക്കലും അവളുണ്ടാക്കിയ ആഹാരം അവർക്ക് കിട്ടുകയില്ലല്ലോ. കുട്ടികൾ പായസം കഴിച്ചു തുടങ്ങി. അയാൾ അത് നോക്കി നിശ്ചലനായിരുന്നു. കുറേ നിമിഷങ്ങൾക്കു ശേഷം അയാൾ ചോദിച്ചു, ചോറ് വേണ്ടേ ഉണ്ണി? വേണ്ട, പായസം മതി, നല്ല സ്വാദുണ്ട്, ഉണ്ണി പറഞ്ഞു. രാജൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ശരിയാ, അമ്മ അസല് നെയ്പായസമാ ഉണ്ടാക്കിയത്. തൻ്റെ കണ്ണുനീർ കുട്ടികളിൽ നിന്ന് മറച്ചു വെക്കാൻ വേണ്ടി അയാൾ പെട്ടെന്ന് എഴുന്നേറ്റ് കുളിമുറിയിലേക്ക് നടന്നു. നന്ദി. അടുത്തതായി ഒരു പാട്ടുമായി എത്തുന്നു ജിസ്മി KJ. ഈറൻമുടി കൊതിയൊരുങ്ങി വെണ്ണില ചന്ദനം തൊട്ട് അത്തിമര ചോട്ടിൽ വന്നാൽ താരകരാവ് രാവിൽ നിന്റെ പൂമുഖം കണ്ട് പുളുകം കൊണ്ട് നല്ലിളം കാറ്റ് കണ്ണാടിപ്പുഴയിലെ പൂത്തിരകൾ ലാവെല്ലാ തീരത്ത് ഓളങ്ങൾ തീരാത്ത ദാഹത്തിൻ താളങ്ങൾ മിന്നൽ വള കയ്യിലിട്ട പെണ്ണഴകേ എത്തിത്തരാൻ എത്തുമില്ല മാരിവിലാവൂ നീ. മിന്നൽ വള കയ്യിലിട്ട പെണ്ണഴകേ എത്തിത്തരാൻ എത്തുമില്ല മാരിവിലാവൂ നീ. You're listening to Radio Prior, presented by Little Kites, St. Philomena's HSS Kunamav. സിയിലെ കൊച്ചു കൂട്ടുകാരുടെ പാട്ടുകളും കഥകളും പാചകവുമെല്ലാം നിങ്ങൾ ആസ്വദിച്ചു എന്ന് കരുതട്ടെ. ഏവർക്കും പുതുഞായറിൻ്റെയും വിഷുവിൻ്റെയും ആശംസകൾ ഒരിക്കൽ കൂടി നേരുന്നു. വി ദീക്ഷ ശങ്കർ ആൻഡ് സാംസൺ ജോസ് സൈനിങ് ഔട്ട്. കളകളമൊഴുകി വരും കുളിരലയിൻ നാദം അലകടലിൻ ആഴങ്ങളിൽ നിന്നുയരും നാദം കൂനമ്മാവിൻ നാദം കുഞ്ഞുങ്ങൾ തന്നാദം റേഡിയോ പ്രിയോ റേഡിയോ പ്രിയോ കളകളമൊഴുകി വരും കുളിരലയിൻ നാദം അലകടലിൻ ആഴങ്ങളിൽ നിന്നുയരും നാദം കൂനമ്മാവിൻ നാദം കുഞ്ഞുങ്ങൾ തന്നാദം റേഡിയോ